ഇനി കർത്താവ് എന്നെ കാണിച്ച ചില കാര്യങ്ങളിലേക്ക് വരാൻ പോവാണ് ഞാൻ. ഒരു ഓട്ടക്കളം, വലിയൊരു ഓട്ടക്കളം അറിയാലോ. നിങ്ങൾ ഈ എന്തോ പറയുക, റേസൊക്കെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ടി വിയിലൊക്കെ ഒളിമ്പിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിനകത്ത് ഓടാൻ നിൽക്കുമ്പോൾ ഓരോ കോളം അങ്ങനെ വരച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടല്ലോ. അതിന് നമ്പർ ഇട്ടിട്ടുണ്ട്, 1 2 3 4. ഈ നിൽക്കുന്നവരെ പുറത്തും രാജ്യത്തിൻ്റെ പേരും നമ്പരും എല്ലാം എഴുതിയിട്ടുണ്ട്. അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, മുമ്പെയൊക്കെ ഞാൻ കണ്ടതാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ നമ്പേഴ്സും ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമ്മളെല്ലാം എപ്പോഴാണോ രക്ഷിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, യേശു നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, നമ്മൾ യേശുവിനെ അറിയുന്നത് അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ മുദ്ര നമ്മുടെ മേൽ വരുവാണ്. ഹല്ലേലൂയ. വചനത്തിലില്ലേ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ടെന്ന്? ദൈവത്തിൻ്റെ പേരുണ്ട്, ചില സീക്രട്ട് കോഡുകൾ, ഇതെല്ലാം നമുക്ക് ദൈവം എഴുതും. നമുക്ക് വസ്ത്രം തരും, വസ്ത്രത്തിൽ എഴുത്തുകളുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം തന്നാണ് ഈ ഓട്ടക്കളത്തിലോട്ട് നിർത്തുന്നതെന്ന് നമ്മൾ മറന്നു പോരുത്. ഹല്ലേലൂയ. നീതിയുടെ വസ്ത്രം നമ്മളെ ധരിപ്പിക്കുന്നു. ഇതെല്ലാം തന്ന് നമ്മളിങ്ങോട്ട് നിർത്തിയിരിക്കുവാണ്. ഇനിയാണ് തുടങ്ങുന്നത് പരിപാടി. എല്ലാവരും വിചാരിക്കുന്നത് ഇതോടെ കഴിഞ്ഞെന്ന്. നിന്നതേ ഉള്ളൂ. രക്ഷ എന്ന ഒരു അനുഭവത്തിൽ നിൽക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയാണ് ഓട്ടം. അപ്പോൾ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങി. ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ഓടി പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പേര് ഐസ്ക്രീം കണ്ട് അങ്ങോട്ട് നോക്കി. പറയുവാണ് ഐസ്ക്രീം എന്ന്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ചില മോഹങ്ങൾ കണ്ടപ്പോൾ അവർ അങ്ങോട്ട് നോക്കി. ഇനി കുറച്ച് പേര് കുറച്ച് കാശ് കണ്ടപ്പോൾ, കുറച്ച് രത്നങ്ങൾ വഴി കണ്ടപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയി. അതെടുത്തിട്ട് അവർ ഓടുന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഐസ്ക്രീം തിന്നുകൊണ്ട് ഓടുന്നുണ്ട്. ഈ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും എല്ലാം പറക്കി കെട്ടിക്കൊണ്ട് ഇവർ ഓടുന്നുണ്ട്. ഓടുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇടയ്ക്ക് എവിടെ പോയവർ ഈ ഓട്ടത്തിൽ നിന്ന് തെറ്റിപ്പോയി. കുറച്ച് പേര് ട്രാക്ക് മാറിപ്പോയി. ഓടാൻ ഒരു ട്രാക്കിൽ നിർത്തി. കുറച്ച് പേർക്ക് എന്തോ പറ്റി, ട്രാക്ക് മാറിപ്പോയി. കുറച്ച് പേർക്ക് ഭയങ്കരമായ ഒരു ഭാരം, ചാക്കുകെട്ട് അവരുടെ മേൽ വന്നു. ഈ ചാക്കുകെട്ടും കൊണ്ടാണ് കുറച്ച് പേര് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരും പോയി 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 അവസാനം എത്തിയപ്പോൾ ഒന്നുമില്ല. എവിടാണ് നിന്നത്? ട്രാക്കിൽ ഓടാനാണ് നിന്നത്. ഇപ്പൊ ആരുണ്ട്? ഫിനിഷ് എന്ന് എഴുതിയെടുത്ത് എത്താൻ ആരുമില്ല. എന്തുകൊണ്ടാണ്? ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നമ്മൾ എടുത്തു വയ്ക്കും അല്ലേ? അത് വലിയൊരു വെയിറ്റല്ലേ? ഭാരം കൊണ്ട് ഒരിക്കലും നമുക്ക് ഓടാൻ പറ്റില്ല. ആരെങ്കിലും ഓടി എത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഓടാൻ വേണ്ടി നിൽക്കുക, ഞാൻ 50 കിലോ ഉള്ള ഒരു ചാക്കെടുത്ത് നിങ്ങളുടെ തോളി വെച്ച് എന്നിട്ട് ഓടാൻ പറയുക, നിങ്ങൾ ഓടാൻ പറ്റുമോ? ഈ ലോകത്തിലെ ചിന്തകളും ഭാരങ്ങൾ, അത് ഉപജീവന ചിന്തകളാകട്ടെ, എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്തകളാകട്ടെ, ഇതെല്ലാം ഭാരമാണ്. ഇതെല്ലാം എന്താണ്? ഭാരമാണ്. നമുക്ക് ഭാരമാണ്. കുറെ പേർ പാപത്തിലകപ്പെടുന്നു, അവർക്ക് മുന്നോട്ട് ഓടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കുറച്ചു പേർ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോകുന്നു, അവർക്ക് ഓടാൻ പറ്റുന്നില്ല. ഇവരിടയ്ക്കുള്ള ഈ ഐസ്ക്രീം നുണഞ്ഞൊക്കെ ഈ ഓടുന്നത് കർത്താവ് കാണിക്കുന്നത് എല്ലാം എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നു. അവർ എന്തിനാണ് ഓട്ടക്കളത്തിൽ നിന്നതെന്നുള്ളത് പോയി. അവരിതിനെ ആസ്വദിച്ചിങ്ങനെ നടക്കുക. ഈ ലോകമോഹങ്ങൾ, കൺമോഹം, ജഡമോഹം, ഇതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോകുന്ന കുറെ പേര്. ഹല്ലേലൂയ. കുറെ പേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രം മുഴുവൻ ചെളിയായി പോകും, ഓടാൻ പറ്റുന്നില്ല. കുറെ പേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിൽ ഏതാണ്ട് ചങ്ങലകൾ, ഓടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നിൽക്കുന്നത് എവിടാണ്? ഓട്ടക്കളത്തിൽ. ഓടുന്നത് എവിടാണ്? ഓട്ടക്കളത്തിൽ. പക്ഷേ ഇത് ഫിനിഷിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഞാനാകെ പ്രശ്നത്തിലായി. കർത്താവേ, ഞാനിപ്പോൾ എവിടെയാണ്? പിന്നെ ഈ സംശയം തന്നാ തുടങ്ങി. ഹല്ലേലൂയ. ഓട്ടം ഓടുന്നുണ്ടല്ലോ, എവിടെയാ ഇപ്പം ഞാനെത്തി നിൽക്കുന്നത്? അപ്പം നമ്മളെ തന്നെ ശോധന ചെയ്യാനുള്ള ഒരു സമയമായത് കേട്ടോ. ഞാൻ പെർഫെക്റ്റ് ആണ്, നിങ്ങളെല്ലാം വഴിയിലാണെന്നല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം എവിടെയൊക്കെ ആയിപ്പോവുക സഹോദരങ്ങളെ.
ദൈവം നമ്മളെ നിർത്തിയത് പൂർണ്ണ ശക്തിയോടെ ഓടാനാ. പക്ഷെ നമ്മൾ എവിടെയോ ആയിപ്പോകുന്നില്ലേ? ഓടാൻ പറ്റുന്നുണ്ടോ? ഓടാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എന്തൊക്കെയോ ഭാരങ്ങളാൽ നമ്മളെ തളർത്തുന്നില്ലേ? ഓട്ടം പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടോ? ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരല്ലയോ, വിരുദു പ്രാപിക്കുന്നൊരേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരല്ലയോ, വിരുദു പ്രാപിക്കുന്നൊരേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ചിലർ ഇന്റർനെറ്റിൽ അകപ്പെട്ടു പോയി, ചിലർ ഗെയിമിന് അടിമപ്പെട്ടു പോയി, ചിലർ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയി. ഓടാൻ നിർത്തിയതാ, ഓർത്തോണം, ഓടാൻ നിർത്തിയതാ. ചിലത് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ട്രാക്കിൽ തന്നെ വീണ് കിടന്നു. ഹല്ലേലൂയ. അവിടെ എല്ലാം യേശു തേടി വന്നു, എഴുന്നേൽപ്പിച്ചു, ശക്തിയെ പകർന്നിട്ട് പറഞ്ഞു, മോനെ നിന്നെ നിർത്തിയത് ഓടാനാടാ, ഓട്. ഹല്ലേലൂയ. മോളെ നിന്നെ നിർത്തിയത് ഓട്ടക്കളത്തിലാ, നീ ഓടണം. ഹല്ലേലൂയ. ഓടിയില്ലെങ്കിൽ എത്തില്ല. നീ കടന്നു പോകരുത്, നീ വീണു പോകരുത്, നീ തളർന്നു പോകരുത്. നിന്റെ കാലുകൾക്ക് ഞാൻ ശക്തിയെ പകരാം, നീ ഓടണം. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞു, അനേകരിന്ന് ബലഹീനരാ, ഓടാൻ കഴിയുന്നില്ല. പലരും പലതിലും അകപ്പെട്ട് കുരുങ്ങിപ്പോയി, പലതിനെയും പിശാച് അടച്ചു കളഞ്ഞു. ഓടാൻ ഇറങ്ങിയതാ. ഹല്ലേലൂയ. പക്ഷെ ഓടാൻ പറ്റുന്നില്ല. കൂട്ടിനകത്ത് അടച്ചു കളഞ്ഞു, പലതിനെയും വഴിയിൽ അടച്ചു കളഞ്ഞു. ഇവർക്കറിയാം ഓടാൻ ഇറങ്ങിയതാന്ന്, പക്ഷെ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. കാലിന് വലിയ ഭാരമായി, പ്രയാസമായി, ബുദ്ധിമുട്ടുകളായി, ജീവിതത്തിന്റെ ഭാരങ്ങൾ കയറി വന്നു. ഓടാൻ പറ്റുന്നില്ല. എത്തുമോ നമ്മൾ സ്വർഗീയ സിയോനിൽ? ഹല്ലേലൂയ. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. കൈ ഉയർത്തി കർത്താവിനെ ഒന്ന് പിടിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ഓടാനുള്ള ബലം എനിക്ക് തന്നാട്ടെ. ഞാൻ എവിടെയൊക്കെ പാപത്തിൽ വീണുപോയി, പ്രശ്നങ്ങളിൽ വീണുപോയി, ഞാൻ പതറിപ്പോയി. ഹല്ലേലൂയ. എന്നിൽ ഓടാനുള്ള ബലം തെല്ലും ഇപ്പോൾ ശേഷിക്കുന്നില്ല. കർത്താവേ, ഞാൻ പതറിപ്പോയി. ഹല്ലേലൂയ. ചിറകുകൾ ക്ഷീണിച്ചു പോയി. കർത്താവേ, കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നെ ഒന്നിനെയും ശക്തിപ്പെടുത്തണേ. അങ്ങയുടെ ഇഷ്ടം ചെയ്തുകൊണ്ട് എനിക്ക് ഓടണം. ഹല്ലേലൂയ. ചുമ്മാ എങ്ങനെയും ഓടിയ പറ്റത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് ഓടണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥനയും ശുശ്രൂഷയെല്ലാം ഒന്നിച്ചു പോകുന്ന രീതിയാണ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു ഡ്രീമിലേക്ക് ഞാൻ വരുവാണ്. ഹല്ലേലൂയ. ഒരു മനോഹരമായ ഒരു കെട്ടിടം, എനിക്ക് കണ്ണെത്താവുന്നതിനപ്പുറം നിലകൾ അതിനുണ്ട്. എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ ആയിരിക്കുന്നവർക്ക് അറിയാം, സിസ്റ്റർക്കൊക്കെ അറിയാൻ പറ്റും അല്ലേ? അറിയത്തില്ലേ? അവിടെ ഒത്തിരി വലിയ കെട്ടിടങ്ങളില്ലേ? താഴെ നോക്കിയാൽ ടോപ്പ് കാണാമോ? നമുക്ക് കാണാൻ പറ്റുമോ? ദൂരെ നിന്ന് നോക്കിയാൽ കാണാമായിരിക്കും അല്ലേ? ദൂരെ നോക്കിയാൽ കാണാം. അതുപോലെ മനോഹരമായ ഒരു ബിൽഡിംഗ് ദൈവം എന്നെ കാണിച്ചു. എന്നിട്ട് ധാരാളം ആളുകൾ അവിടേക്ക് കടന്നു വന്നു. ധാരാളം ആളുകൾ. എന്തിനാണ്? ഇതിൻ്റെ ടോപ്പിൽ കയറണം. നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളിൻ്റെ വേറൊന്നാണിത്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ എത്തണം. ഇതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ്. എന്ത് ചെയ്യണം? ഇതിൻ്റെ ടോപ്പിൽ എത്തണം. ലിഫ്റ്റില്ല, ലിഫ്റ്റില്ലേ ഇതിനകത്ത്. ഇപ്പോൾ എല്ലായിടത്തും ഒരു 2 നില 3 നില കെട്ടിടമൊക്കെ ആയാലും നമുക്ക് അതിനകത്ത് ലിഫ്റ്റ് ഉണ്ട്. പോയി നിന്നിട്ട് സ്വിച്ച് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്വിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് 3 പോകണം, 2 പോകണം, 1 പോകണം, ഇതിങ്ങനെ കൊണ്ടുപോകും ലിഫ്റ്റ്. ഇതിനകത്ത് എന്തില്ല? ലിഫ്റ്റില്ല. അപ്പോൾ എന്നെയും കൂടെ കർത്താവ് കയറാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ്. ഹല്ലേലൂയ.
ഇത് പഠിപ്പിക്കാനാണ്. അപ്പോൾ കയറുവാണ് നമ്മളിങ്ങനെ. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടെന്ന് ഓർക്കണം. എനിക്ക് കുറേ പേരെ കാണുന്നുണ്ട്, ഇതിനകത്ത് അറിയാമെന്നുള്ളവരെ കുറേ പേരെ ഞാൻ കാണുന്നുണ്ട്. അതൊന്നും ഞാൻ പറയില്ല. അല്ലല്ലേ, നമ്മളിങ്ങനെ കയറാൻ പോവാണ് കേട്ടോ തങ്കമ്മേ. അമ്മയുടെ അമ്മ പറയല്ലേ, അതാണ് നമ്മളിങ്ങനെ കയറാൻ പോവാണ്. അമ്മ കൂടെ ഇരിക്കട്ടെ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കയറാം. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുവാണേ. ആരെങ്കിലും വരുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? നമുക്ക് ഒന്നിച്ചങ്ങ് കയറിയാലോ. രാജ്മോ വരുന്നുണ്ടോ? അഞ്ച് വരുന്നുണ്ടോ? എന്നാൽ ശരി, നമുക്ക് ഒന്നിച്ച് കയറാം. വലിയ കൂറ്റ കെട്ടിടമാണെന്ന് ഓർക്കണം. നമ്മൾ കയറാനായിട്ട് തുടങ്ങി. ഈ അനുഭവം എന്ന് പറയുന്നത് രക്ഷയാണ്. രക്ഷ. നമ്മളിങ്ങനെ 1, 2, 3, 4 ഒരെണ്ണത്തിൻ്റെ ഒരു 50ഓളം പടികൾ ഞാൻ കാണുന്നുണ്ട്. ഒരു നില കയറി അടുത്ത നില എത്തണമെങ്കിൽ 50 പടി. ഹല്ലേലൂയ. എന്ന് കയറി തീരുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ കയറുവാണ് നമ്മളെല്ലാം. ഇത് ഒന്നിച്ച് കയറി മുകളിലൊരു സ്ഥലം എത്തുമ്പോൾ അവിടെ ആൾ നിൽപ്പുണ്ട്. പാസ് തരാൻ പറയും. പാസ് എന്ത് വേണം? പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടത്തി വിടാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സൂവിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ട്? അവിടെ സൂവിൻ്റെ ഒരകത്ത് ഗേറ്റ് ഉണ്ടല്ലേ, അതിനകത്തോട്ട് കിടക്കണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അല്ലേ? ടിക്കറ്റ് പോലെയുള്ളവരൊന്നും ഇല്ലേ? എടുക്കണം. 10 രൂപയോ 30 രൂപയോ എന്തുകൊണ്ടൊക്കെയാണ് എടുക്കണം. അപ്പോൾ ഇതെടുത്തിട്ട് അവിടെ കൊണ്ട് ടിക്കറ്റ് കാണിക്കുമ്പോൾ അവരിതിനെ കീറിയിട്ട് പകുതി നമ്മുടെ കയ്യിൽ തരും. ഓക്കെ, ഇവിടെ കണ്ടിരിക്കുന്നു, പോയിക്കോ എന്ന് പറയും. സർക്കസ് കാണാൻ പോയിട്ടുള്ളത് എത്ര പേരുണ്ട്? പോയിട്ടുണ്ടല്ലോ. സർക്കസ് കാണാൻ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. വേണേ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടി ആകുമ്പോൾ നമുക്ക് തോന്നും അവിടെ ഇരിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നം. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ വിശ്വാസത്തിലൊക്കെ വളർന്നു കഴിയുമ്പോൾ അവിടെ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പിന്നെ ഇറങ്ങി ഓടിയാൽ മതിയെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവരവിടെ പാസ് കാണിക്കണം. ഇനി തിയേറ്ററിലൊക്കെ പോയാലും എവിടെ നിങ്ങൾ പോയാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എക്സിബിഷനുകൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് കാണിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആളുണ്ട്. ആരെന്നറിയാമോ? ദൂതന്മാർ അവിടെ ഉണ്ട്. നമ്മളിത് അവരെ കാണിക്കുന്നു. നമ്മൾ ഓക്കെ ആണെങ്കിൽ അവരെല്ലാം വെരിഫൈ ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് കയറ്റി വിടും. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇത്രയും കയറി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എളുപ്പമാണെന്ന്. പല ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരും. പരീക്ഷ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ചിലർ തിരിച്ചിറങ്ങും. ചിലരെന്ത് ചെയ്യും? ഈ പടി നമ്മൾ 50 പടി കയറണ്ടേ സിസ്റ്ററെ, നമ്മൾ 25 കയറിയപ്പോൾ ഭയങ്കര കാറ്റ് മുകളിൽ നിന്ന് താഴോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്നാ ഇത്തിരി കഴിഞ്ഞ് അങ്ങ് കയറാം, ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ വീണ്ടും 0യിൽ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു കയറാം. കയറി 30 പടി എത്തിയപ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഇരച്ചുകൊണ്ട് വരുന്നു. ഇപ്പോഴൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെയും നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോഴും താഴത്തെ. ഹല്ലേലൂയ. ഞാനീ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ കയറ്റത്തിൽ ഇങ്ങനെ കയറി ധാരാളം പേര് വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കുറച്ച് പേര് മടുത്ത് അവിടെ ഇരുന്നു. കയറിയില്ല. പിന്നെ അവര് കുറച്ച് പേര് അവിടെ ഇരുന്ന് കളഞ്ഞു. ആ സ്റ്റെയർ കേസിൽ തന്നെ കുറച്ച് പേര് ഇറങ്ങിപ്പോയി താഴോട്ട്. ഇതൊന്നും ശരിയാവില്ല. ചിലരെന്നോട് പറയാറുണ്ട്, ദൈവത്തോട് അടുത്താൽ ഭയങ്കര പ്രശ്നം, ഒരു ഗ്യാപ്പ് ഇട്ടങ്ങ് നിന്നാൽ മതി. എന്താണെന്ന്? ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നാൽ കുഴപ്പമില്ല. ദൈവത്തോട് അടുക്കുമ്പോൾ യോബിന് വന്ന പോലെയൊക്കെ പ്രശ്നങ്ങൾ അങ്ങ് വന്നാലുണ്ടല്ലോ, നമുക്ക് പിന്നെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ അങ്ങ് ദൈവത്തെ സ്നേഹിക്കരുത് നമ്മൾ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് കുറച്ച് എത്രയോ പേര് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എത്രയോ പേര്. ഞാൻ സുവിശേഷം പറയുമ്പോൾ എല്ലാവരും പറയുന്നതാണ്, നിങ്ങൾ ദൈവത്തോട് അടുക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നു പറയുമ്പോൾ അവർ പറയുന്നതാണ് ഒരു ഗ്യാപ്പ് ഇട്ട് അങ്ങ് നിൽക്കാം, അതാ നല്ലത്. ഈ ഗ്യാപ്പ് ഇടുന്നതാണ് ഈ താഴോട്ട് ഇറങ്ങി ഒരു പോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ച് പേരെന്ത് ചെയ്തു? താഴോട്ട് ഇറങ്ങിപ്പോയി. നിങ്ങൾ കണ്ടോ? ഇപ്പോൾ രാജ്മോഹൻ്റെ കൂടെ ഉണ്ടോ മുകളിലോട്ട് വരാനായിട്ട്? ഇറങ്ങിയില്ലല്ലോ. 50 പടി കയറിയോ നിങ്ങൾ? എവിടെ? ചന്ദ്രേൻ്റെ അതുവരെ കയറി എത്ര പടിയിലെത്തി? ഇപ്പോൾ എത്രാമത്തെ പടിയായിപ്പോൾ ഇരിക്കുന്നേ? 50 പടി മുകളിൽ കയറിയോ നിങ്ങൾ? ഇത് ഈസി അല്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. ദൈവരാജ്യത്തിലെ യാത്ര എന്ന് പറയുന്നത് ഈസി അല്ല. ഹല്ലേലൂയ. പോയാൽ മതി. എങ്ങോട്ട് പോകാനായിട്ട്? ഓരോ പടി കയറുമ്പോഴും ഓരോ ശോധനകളും പ്രയാസങ്ങളും വരും. മനസ്സിലാവുന്നുണ്ടോ? കാല് മറിഞ്ഞു പോകുന്ന പോലെ തോന്നും, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നും. ഹല്ലേലൂയ. എങ്കിലും നമ്മൾ പിന്നോട്ട് നോക്കില്ല. ഹല്ലേലൂയ. പിൻപിലുള്ളതൊക്കെയും മറന്നു
മുൻപിലുള്ള ലാക്കു നോക്കി യാത്ര ചെയ്തിടാം. താഴോട്ട് ഇറങ്ങല്ലേ സഹോദരങ്ങളെ. എന്തെല്ലാം പ്രശ്നം വന്നാലും നിങ്ങൾ വിശ്വാസം വിട്ടിട്ട് താഴോട്ട് പോകരുത്. ഇത് മൊത്തം പറഞ്ഞു തരാതെ എനിക്ക് നിർത്താൻ പറ്റില്ല, കാരണം ഇത് പകുതി വഴിയിലിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പം ഞാനിങ്ങനെ കയറുവാണ്. എൻ്റെ കൂടെ കുറേ പേരുണ്ട്. കുറച്ച് പേരൊക്കെ പോയി, കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നു. കുറേ പേരൊക്കെ എനിക്ക് അറിയാമേ ആരൊക്കെയാണെന്ന് ഒന്നും പറയില്ല. ഇരുന്നാലും നിങ്ങളെല്ലാം കൊണ്ടുവരും. കുറച്ച് പേര് അവിടെ എല്ലാം റെസ്റ്റിലാണ്. കാരണം ഇവർ നോക്കുന്നത്, ഹോ ഇത്രയും ഉണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും അല്ല, അതല്ലേ നമ്മൾ ആരോഗ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും കയറിയൊന്നും ഞാൻ എത്താനൊന്നും പോകുന്നില്ല. മൊയിലോ അമ്മ ഓട്ട മത്സരം വെച്ച പോലെ ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ കയറിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം തളർന്നു അവരൊക്കെ, അപ്പോൾ അവർ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്നവർ കുറേ പേരുണ്ട്. ആ സമയത്ത് കുറേ പേര് ഒന്ന് സുവിശേഷമൊക്കെ പറഞ്ഞു, അവരെ ശക്തിപ്പെടുത്തി. ഒക്കെ ഇറങ്ങി പിന്നെ ഇവർ കയറുക. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ കുറേ സുവിശേഷം ഒരാൾ വന്നിങ്ങനെ പ്രസംഗിക്കുന്നു, ഇവർ കയറുന്നു. ഭയങ്കര രസമാട്ടോ ഈ ദൈവരാജ്യത്തിലെ കാര്യം. ഇവർ പിന്നെയും കയറുവാണ്. പിന്നെയും കുറേ പോയപ്പോൾ ജീവിതത്തിലെ പ്രശ്നം വന്നു, അവരവിടെ ഇരുന്നു. അപ്പോൾ ഇനി ഈ കയറ്റം അവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ 50 പടി കയറി എത്തുമ്പോൾ ഫസ്റ്റ് നില. ലോകത്ത് അങ്ങനെയുള്ള കെട്ടിടങ്ങളൊന്നും ഇല്ല. ഞാൻ പറയുന്നത് ദൈവം എന്നെ വിഷനിൽ കാണിച്ച കാര്യമാണ്, സ്വപ്നത്തിൽ കാണിച്ച കാര്യം. അപ്പോൾ അവിടെ എത്തുമ്പോൾ 2 പേര് അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനെ മേടിക്കും അവർ. മേടിച്ചിട്ട് നമ്മുടെ കയ്യിൽ, ഇതെല്ലാം ദൈവം നമുക്ക് തരുന്ന കാർഡാണ്. ഓരോ പടിയും പാസ്സാവുമ്പോൾ ദൈവം നമ്മുടെ കയ്യിലേക്ക് ഒരു റെസിപ്റ്റ് കണക്കെ അല്ലെങ്കിൽ അടുത്തതിലേക്ക് കയറാനുള്ള ആക്സസ് പാസ് നമുക്ക് തരും. നിങ്ങൾക്ക് കണ്ടുകൂടാ. നിങ്ങളുടെ പോക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട് അതുപോലത്തെ? കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിമലാൻറ്റി? ഇല്ല, ഉണ്ട്. ദൈവം അത് നമുക്ക് തരും. അടുത്ത റലത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കയറണം. യാത്ര തീരുന്നില്ല, അതാ കാര്യം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇതെല്ലാം ഇവർ വെരിഫൈ ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇത് ബുദ്ധി ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. വളരെ ശ്രദ്ധ. ഇവരിത് വെരിഫൈ ചെയ്തിട്ട് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതിനകത്തോട്ട് ഏതാണ്ടൊക്കെ എഴുതി, എന്നിട്ട് അവരത് മേടിച്ച് വെച്ചിട്ട് പോയിക്കോളാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതിലോട്ട് കയറണം. ജയിച്ച് അയ്യോ എന്തൊരു സന്തോഷം, അത് ജയിച്ചു. ഹല്ലേലൂയ. അതെ, അത് ജയിച്ചു. ഹല്ലേലൂയ. ലോകത്തെ ജയിക്കും, പാപത്തെ ജയിക്കും, പിശാചിനെ നമ്മൾ ജയിക്കും. ഹല്ലേലൂയ. അതാ വീണ്ടും ജനിച്ച മക്കളുടെ പ്രത്യേകത. നമ്മൾ തോക്കാനായിട്ട് ജനിച്ചതല്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ എത്തി. അടുത്ത ലെവലിലോട്ട് കയറുവാണ്. അടുത്ത ലെവലിലോട്ട് കയറുമ്പോൾ വീണ്ടും ഇതുപോലെ പടികളുണ്ട്. ഹല്ലേലൂയ. കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്, കുറേ പേര് അവിടെ നിന്നും താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഈ ഇറങ്ങുന്നവരൊക്കെ ഈ പടിക്കെട്ടിൻ്റെ താഴെ ഒരു വിശാലമായ സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുക. ആ വിശ്രമം അവരവിടെ അങ്ങ് ഇരിക്കുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഇവരൊക്കെ കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോൾ തൃപ്തരായവരാണ്. പിന്നെ അവർക്ക് വളരണമെന്ന് മോഹമില്ല. അങ്ങനെയുള്ളവരില്ലേ? അയ്യോ, ധാരാളം പേരുണ്ട്. കുറച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കിട്ടി, കുറച്ച് വിഷയങ്ങളൊക്കെ ഒന്ന് ശരിയായി, പിന്നെ അവരങ്ങ് അവിടെ ഇരുന്നു. ഇവർ പിന്നെ കയറുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, കയറി വാ. കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ, വെയിറ്റ്, ഇവിടെ ഇച്ചിരി കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യാനുണ്ട്, എനിക്ക് വരാൻ സമയമായി. ഇപ്പൊ വരണ്ട നിന്നോ. എൻ്റെ മക്കളുടെ കാര്യം ശരിയായിട്ടില്ല, പിള്ളേരെ കുറച്ച് കാര്യങ്ങളൂടെ ശരിയാവുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ശരിയായിട്ടില്ല, അപ്പോൾ എൻ്റെ വീടിൻ്റെ വിഷയങ്ങൾ ശരിയായിട്ടില്ല. കർത്താവേ, യേശുവേ പ്രാർത്ഥന കേൾക്കണം. അവിടെ ഇരുന്നും പ്രാർത്ഥന. കർത്താവ് വിളിക്കുന്നിടത്ത് ഇവർ പോകുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു യാത്രയാണ്. ഹല്ലേലൂയ. ഓട്ടക്കളത്തിലാണ് നമ്മൾ. ഇതൊരു യാത്രയാണ്. ഇത് ഇരിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയുള്ളവർ മാത്രം യാത്ര ചെയ്താൽ മതി നമുക്ക്, അല്ലാത്തവർ പറ്റില്ല സഹോദരങ്ങളെ, നമ്മൾ എത്തില്ല. അതാ, ഇത് വലിയൊരു യാത്രയാണ്. അപ്പോൾ വീണ്ടും കയറുന്നുണ്ട്. അടുത്ത 50 പടി ചെല്ലുമ്പോൾ അവിടെ ദൂതന്മാരുണ്ട്. 2 പേര് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. കാണാനൊക്കെ മനുഷ്യരെ പോലെ തന്നെയാണ് കേട്ടോ, പക്ഷേ എനിക്കറിയാം ദൂതന്മാരാണ്. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, മനുഷ്യരെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ദൂതന്മാരുണ്ട്. അപ്പോൾ അവരവിടെ നിന്നിട്ട് വീണ്ടും ഇത് വാങ്ങിക്കുകയാണ്. കുറേ പേരെടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ആക്സസ് കാർഡ് ഇല്ലല്ലോ. അവരവിടെ വന്നു, പക്ഷെ എന്താ പറയുന്നത്, ജയിച്ച ആ റെസിപ്റ്റുകളില്ല, അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്ത ആ റെസിപ്റ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവർ വളരെ സങ്കടപ്പെടുന്നുണ്ട്. എന്താണ്? അയ്യോ, ഞങ്ങൾ ഇത്ര അറ്റം വന്നതല്ലേ, പിന്നെ നമ്മുടെ കയ്യിൽ എന്താ ഈ കാർഡ് ഇല്ലാത്തത്? അവർ പറഞ്ഞു,
നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തില്ല. നിങ്ങൾ വന്നു, പക്ഷേ ഇഷ്ടം ചെയ്തില്ല. ദൈവത്തിൻ്റെ പർപ്പസ് ചെയ്യുമ്പോഴാണ് ദൈവം നമുക്ക് അത് തരുന്നത് കേട്ടോ. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യാതെയാ വന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും താഴെ ഇറങ്ങണം. ഇഷ്ടം ചെയ്തിട്ടാലേ നമുക്ക് എന്ത് പറ്റൂ? ഈ കാർഡ് കിട്ടത്തുള്ളൂ. അവരുടെ കയ്യിൽ ഇല്ലാതെ കയറ്റത്തില്ല. ഹല്ലേലൂയ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറഞ്ഞത് സകല ഉപമകളിലൂടെയാണ്. ഹല്ലേലൂയ. സകലവും സിമ്പിളായിട്ടുള്ള രീതികളിലൂടെയാണ്. ഇത് കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? കുറേ പേര് അവിടെ തള്ളപ്പെട്ടു പോയി. വലിയൊരു കൂട്ടം വരുന്നതിനിടയ്ക്ക് ഈ വീണു പോകുന്ന കേസാണ് ഞാൻ പറയുന്നത്. അടുത്തതിലോട്ട് കയറി. ഹല്ലേലൂയ. അടുത്തതിലോട്ട് കയറിയപ്പോൾ അവിടെ അടുത്തൊരു ചെക്കിങ് വന്നു. വസ്ത്രത്തിൽ അഴുക്കുള്ളവർ കയറാൻ പറ്റില്ല. ഹല്ലേലൂയ. വസ്ത്രത്തിൽ അഴുക്കുള്ളവര് കയറാൻ പറ്റില്ല. ഒരു അത്രയും പവിത്രതയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? വസ്ത്രം മാറണം. ഹല്ലേലൂയ. അവിടെ വെച്ചൊരു വിശുദ്ധീകരണം നടക്കുവാണ്. ഹല്ലേലൂയ. ദൈവം കൊടുക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. അവരുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പുതിയൊരു വിശുദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ പുതിയ ഫ്രോക്കുകൾ, പുതിയ ഡ്രസ്സുകൾ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ഫ്രോക്ക് മാത്രമല്ല കേട്ടോ, പുരുഷന്മാർക്കുള്ളതുകൊണ്ടേ. നിങ്ങളെയൊന്നും ഞാൻ അവഗണിക്കുന്നില്ല അങ്ങളെ കേട്ടോ. സ്യൂട്ട് എല്ലാം ഉണ്ട്. അവിടെ വെച്ച് അത് തരും കേട്ടോ. രാജ്മോൻ കേട്ടോ, സുനിൽ സഹോദരൻ കേട്ടോ, അപ്പുറത്തിരിക്കുന്ന ആള് പേരെന്താണ് സഹോദരൻ? ബാബു സഹോദരൻ കേട്ടോ. ദൈവം തരാൻ പോവുകയാണ്. ഇതല്ലേ വേണോ? പക്ഷെ എത്തണം. അവിടെ എത്തിയാലേ കിട്ടൂ ഇത്. ഹല്ലേലൂയ. അവിടെ നമ്മളിങ്ങനെ പോകുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ഒന്നും വേണ്ട, നല്ല വസ്ത്രങ്ങൾ ഇടിപ്പിച്ചു നമ്മളെ വീണ്ടും കയറ്റുവാണ്. തീർന്നില്ലേ ഇത്? കയറ്റുവാണ്, പിന്നെയും കയറുവാണ്. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് കുറേ പേര് വസ്ത്രം അഴുക്കാക്കി, കുറേ പേര് വസ്ത്രം കീറി. ഹല്ലേലൂയ. അടുത്ത നിലയിലേക്ക് എത്തുമ്പോൾ അവിടെ ദൂതന്മാർ വന്നു. പിന്നെയും അതെല്ലാം പ്രൊവൈഡ് ചെയ്തു, എല്ലാം സ്റ്റിച്ച് ചെയ്തു. വീണ്ടും കയറി വാ. ഹല്ലേലൂയ. വീണ്ടും പോവാണ്. ഹല്ലേലൂയ. ഇങ്ങനെ കുറേ പേര് പോയും കുറേ പേര് കയറിയും ഒടുവിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ടോപ്പിലേക്ക് കയറി വരുന്നത്. ഹല്ലേലൂയ. ഒരു ലെവൽ കഴിയുമ്പോൾ, ഒരു 10-25 നിലകളോളം കടന്നു കഴിയുമ്പോൾ പിന്നെ ദൂതന്മാർ ഇവരെ വഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൂതന്മാർ ഇവരെ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ കയറണ്ട, നമ്മൾ തനിയെ ഇങ്ങനെ പൊങ്ങി പോകുന്ന പോലെ നമുക്ക് തോന്നും. ഹല്ലേലൂയ. ഇങ്ങനെ ഇതിന് പല ലെവലുകളുണ്ട്. മിക്ക പേരും ആദ്യത്തെ ലെവലിൽ വീണു പോകുന്നു, കയറാൻ പറ്റുന്നില്ല അവർക്ക്. ഹല്ലേലൂയ. ഇത് നമ്മൾ അറിയണം, തിരിച്ചറിയണം. പല പല പ്രലോഭനങ്ങൾ വരാം, പല പാപ ചിന്തകൾ വരാം, പുറകിലോട്ട് വലിക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വരാം. പിശാച് ചിലപ്പം കൊളുത്തിട്ട് വലിക്കാൻ നമ്മളെ കയറിപ്പോകുമ്പോൾ ഇട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ഒന്നു തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ടോപ്പിൽ ഞാൻ എത്തിയെങ്കിലേ മതിയാവും. ഹല്ലേലൂയ. സിയോൻ പർവ്വതത്തിലും ആ വിശുദ്ധ നഗരത്തിലും ഞാൻ എത്തിയെങ്കിലേ എനിക്ക് മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അതിനായി ഓട്ടം ഓടുന്ന ചുമ്മാ ഓടാനും പറ്റത്തില്ല. ഓരോ ലെവലുകൾ ജയിച്ച് 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 കയറി യോഗ്യരാണെന്ന് തെളിയിച്ച് മുകളിലേക്ക് നമ്മൾ എത്തണം. ഇത് എത്ര പേർക്ക് ഈ കാര്യം പിടികിട്ടി? ഹല്ലേലൂയ. സകലതും തള്ളി, മനസ്സിലായല്ലോ, തള്ളിക്കളഞ്ഞ് എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ നേരിട്ടാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും പിന്നിലേക്ക് പോകരുത്, അടി പതറിപ്പോകരുത്. ഹല്ലേലൂയ. തള്ളിയിടാൻ വേണ്ടി പിശാച് പലതും നോക്കും. ഇതിനിടയ്ക്ക് പരീക്ഷകൾ ദൈവം കൊണ്ടുവരും. പരീക്ഷകൾ ദൈവം തന്നെ അനുവദിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്തിനാ? ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്താലേ ദൈവത്തിന് ഇത് തരാൻ പറ്റും. എന്ത്? അടുത്ത ലെവലിലേക്ക് നമുക്ക് കയറാനുള്ള പാസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായി രാജ്മോനെ? എത്ര പാസ് കിട്ടി? ഓക്കെ. എല്ലാവർക്കും അകത്ത് വരുന്നുണ്ട്. സ്തോത്രം. മുള്ളായിരുന്നാലും കുഴപ്പമില്ല, മുറുകെ പിടിച്ച് പോവുക തന്നെ. മുറിഞ്ഞാലും വേണ്ടില്ല. അതാണ്. എന്തായിരുന്നാലും കുഴപ്പമില്ല, നമ്മളവിടെ എത്തും. ഹല്ലേലൂയ. അവിടെ എത്തണം, അതിനുള്ള ഓട്ടത്തില്ല. ഹല്ലേലൂയ. അത് വ്യക്തികളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെ തള്ളിയിടാന്ന്. വ്യക്തികളിലൂടെ പിശാച് പ്രവർത്തിച്ചു കളയും. ഹല്ലേലൂയ. സാഹചര്യങ്ങളിലൂടെ ഇവന് പ്രവർത്തിക്കാൻ കഴിയും. പല പല പരീക്ഷണങ്ങൾ, നമ്മുടെ സഹിഷ്ണുതയുടെ നെല്ലിപ്പലക ചില സമയത്ത് കണ്ടുപോകും. കർത്താവേ, ഇതുപോലൊരു സഹനം ശക്തി തരണേന്ന് ഞാൻ പോലും പറഞ്ഞു പോയിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ. ഹല്ലേലൂയ.
പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് ഒരുക്കിയിരിക്കുന്നു, സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ദൈവം വിട്ടുകളയുന്നില്ല. എനിക്ക് അതാണ് ഏറ്റവും സന്തോഷം തോന്നിയത്. നമ്മളെ അസിസ്റ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും പരിശുദ്ധാത്മാവുണ്ട്, ദൂതന്മാരുണ്ട്. ഓരോ സ്റ്റെപ്പിൽ എന്താണ് നിന്റെ കുറവെന്ന് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കുകയാണ് ദൈവം. നീ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ അങ്ങ് വന്നാൽ മതി, അങ്ങനെ ഒന്നുമല്ല. ഹല്ലേലൂയ. പൂർണ്ണതയുള്ളവരാക്കി നമ്മളെ ഉയരത്തിൽ വരെ ദൈവം എത്തിക്കും. വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അങ്ങനെയല്ലേ സിസ്റ്റർ? ഹല്ലേലൂയ. യൂദായുടെ ലേഖനം ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങൾ. ദൈവത്തിനു മാത്രമേ നമ്മളെ അങ്ങനെ ആനന്ദത്തോടെ അവൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഓടണ്ടേ, നമ്മൾ പോണ്ടേ. ഇതിനകത്തിരിക്കുന്ന പലരും തളർന്നിരിക്കുന്ന ദൈവം എന്നെ കാണിച്ചു. പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ പറയില്ല ഞാൻ. പലരും പടിക്കെട്ടിലിരിക്കുകയാണ്. കുറച്ച് പേര് ഞാൻ പറഞ്ഞല്ലോ കസേരയിട്ട് ചില സ്ഥലങ്ങളിൽ ഇരിക്കുവാണ്. പോവാനായിട്ടൊന്നും മുകളിലോട്ട് കയറാനായിട്ട് തയ്യാറല്ല. നിങ്ങൾ തയ്യാറായാൽ കൊണ്ടുപോകാൻ കർത്താവ് തയ്യാറാണ്. ഹല്ലേലൂയ. അഭിഷേകം നിങ്ങൾക്ക് നൽകും, ജയിക്കാനുള്ള ശക്തിയെ ദൈവം നിങ്ങൾക്ക് നൽകും, കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ 2 ഡ്രീം ഞാൻ പറഞ്ഞു. ഓട്ടക്കളത്തിൻ്റെ കാര്യവും ഈ വലിയൊരു കെട്ടിടത്തിലേക്ക് കയറുന്ന കാര്യവും. ഹല്ലേലൂയ. 3-മതൊരെണ്ണം ഉണ്ട്, അടുത്ത ദിവസം പറയാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇതെന്തിനാണ് ദൈവം എന്നെ കാണിക്കുന്നത്? അയ്യോ, അതുകൂടെ പറയണമെന്നാണോ? എന്നാൽ അതുകൂടെ പറയാം. താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓരോ പപ്സൊക്കെ കഴിച്ചിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി, എന്നാൽ അതുകൂടെ പറയാം അല്ലേ. വലിയ ഒരു നദി, മനോഹരമായി തെളിഞ്ഞൊഴുകുന്ന ഒരു നദി. നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ ഒരു ബോട്ട് തന്നു, തുഴയും തന്നു. അപ്പോൾ തന്നിരിക്കുകയാണേ. എല്ലാവരെയും നദിയിൽ വിട്ടു. അമ്മ ചിരിക്കുക. ഈ വയസ്സുകാലത്ത് ഇനി ബോട്ടും തുഴയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നാണ്. എന്നാലും തുഴഞ്ഞേ പറ്റൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്ന് തുഴഞ്ഞാലോ? രാജമോൻ കയറിയോ? ബോട്ടിനകത്ത് കയറിയോ? എല്ലാവരും കയറി. യൂട്യൂബിൽ എന്നെ കാണുന്നവർ എല്ലാവരും കയറിക്കും, ബോട്ടിൽ കയറിക്കും. നമ്മളൊന്നിച്ചൊന്ന് തുഴയാൻ പോവാൻ. അപ്പോൾ ഈ ബോട്ടിനകത്ത് നമ്മൾ കയറി. ഓക്കെ, തുഴ തന്നു. നല്ല കുറച്ച് വെയിറ്റ് ഉണ്ട്, അങ്ങനെ നിസ്സാരമായിട്ടൊന്നും നിങ്ങൾ പിടിക്കരുത്. വെയിറ്റ് ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ കാണാൻ പോവുക, ഇത് ചുമ്മാന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ തുഴയൊക്കെ തരുമ്പോൾ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ബോട്ട് തുഴഞ്ഞു, വെള്ളം തുഴഞ്ഞിട്ടില്ല. അല്ലേ? കർത്താവ് പറഞ്ഞു തുഴയാൻ പറഞ്ഞു. എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും ഓരോ ബോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തുഴയുവാണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. തുടങ്ങാമല്ലോ. വഞ്ചിപ്പാട്ട് വല്ലതും വേണം. പണ്ട് പിള്ളേർക്കൊക്കെ ഈ വഞ്ചിപ്പാട്ട് തയ്യീതോ എന്ന് പറഞ്ഞ് പാടിക്കൂടി പിള്ളേർ തുഴയുന്നു. ഒന്നും വേണ്ടല്ലോ. നമ്മളിങ്ങനെ തുഴഞ്ഞു പോവാം. ഇടയ്ക്ക് പോയപ്പോൾ വെള്ളത്തിനകത്തൊരു ഇളക്കം, ബോട്ട് മൊത്തത്തിലൊരു ഇളക്കം. കുറച്ച് പേര് അയ്യോ ഞാൻ തുഴയുന്നില്ല, തുഴയിട്ടിട്ട് ഒരു ഒറ്റ ഓട്ടം. നിങ്ങൾ മനസ്സിലായോ? ബോട്ട് ചെറുതായിട്ടൊന്ന് ഇളകി, അത്രയേ ഉള്ളൂ. ബോട്ട് ചെറുതായിട്ടൊന്ന് ഇളകി. അയ്യോ ഞാൻ തുഴയുന്നില്ലെന്ന് പറഞ്ഞ് ഇവരിട്ടേച്ച് പോയി. അതിൽ നിങ്ങളാരും ഇട്ടില്ലല്ലോ. നിങ്ങളാരും ഇടരുത്, നിങ്ങളിടരുത്. ബോട്ടിപ്പം നല്ലപോലെ ഇളകുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. അതിന് നമ്മൾ ജയിച്ചു. ഇതെപ്പോഴും ഇത് ഇളകിക്കൊണ്ടിരിക്കില്ല, ഇതാണ് പ്രശ്നം. അതിന് നമ്മൾ ജയിച്ചു. മുന്നോട്ട് പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം, വലിയ വെള്ളച്ചാട്ടം. നിങ്ങൾ എന്ത് ചെയ്യും? സുനിൽ സൗനോട് ചോദിക്കാം. പറയൂ. ചിരി. ബാബു സൗദൻ എന്ത് പറയുന്നു? ഭയങ്കര വെള്ളച്ചാട്ടോ, ഒഴുകിപ്പോവും. ഡയറക്ഷൻ മാറ്റി പിടിക്കുന്നു. അങ്ങനെ മാറ്റാൻ പറ്റില്ല. ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല, കാരണം ഒറ്റ റൂട്ടേ നമുക്കുള്ളൂ. ഡയറക്ഷൻ മാറ്റിയ വേറെ സ്ഥലത്ത് പോകും. ഹല്ലേലൂയ. ഈ വെള്ളച്ചാട്ടത്തെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഇതിലൂടെ കടന്നു പോയേ പറ്റൂ. ഹല്ലേലൂയ. ചിലതങ്ങനെയാണ്, നമ്മൾ അടുത്ത് വരുമ്പോൾ വെള്ളച്ചാട്ടം നിൽക്കട്ടെ.
അത് ചിലപ്പോൾ നിൽക്കത്തില്ല, ഇതിങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും. കുറച്ച് പേരവിടെ എത്തിയപ്പോൾ യാത്ര മതി മതി, ഇവർ മടങ്ങി തിരിച്ചു തുഴഞ്ഞവർ കരയിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പോയൊരു കുറച്ച് പേരുണ്ട്. എപ്പോഴാണ് ബോട്ട് ആടിയപ്പോൾ പോയവരുണ്ട്, അത് ഫസ്റ്റിലേ പോയി. ഇപ്പോൾ എങ്ങനെയാണ്, ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പോയവരുണ്ട്. എന്നാൽ ഇല്ല, ഞാൻ പോകും, കാരണം എൻ പടകിൽ യേശു ഉണ്ട്. ഹല്ലേലൂയ, യേശു എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവിടെ എത്തിയവരെ ദൈവം കടക്കുമാറാക്കി. പെരുവെള്ളം നിന്റെ മീതെ കവിയുകയില്ല. ശരാ, വചനം കിടക്കുക. ഈ വചനമൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് ഓർമ്മ വന്നത്. ഈ ബോട്ടും കൊണ്ട് അവിടെ പോയപ്പോൾ അതുവരെ എൻ്റെ തലയിലോട്ട് ഇതൊന്നും വന്നില്ല. ഹല്ലേലൂയ, ഞാൻ പോവാണ്. ഓക്കെ, പോയി. വെള്ളച്ചാട്ടം കഴിഞ്ഞു, രക്ഷപ്പെട്ടു, സമാധാനമായെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആരൊക്കെ വെള്ളച്ചാട്ടം കടന്നു വന്നു? അഞ്ചു. നിങ്ങളെല്ലാവരും ഉണ്ടോ? വെള്ളച്ചാട്ടം കടന്നു. ഇനിയാണ് പ്രശ്നം, വലിയൊരു ചുഴി അറിയാമോ നിങ്ങൾക്ക്? അതിനകത്ത് എന്തേലും പെട്ടാൽ വലിച്ചു താഴ്ത്തി കളയോ അടിയിലോട്ട്. അത് തന്നെ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ, ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുഴിയുണ്ട്. അവിടെ വലിയ വലിയ കപ്പലുകൾ പോലും എന്റെയും അകപ്പെട്ടു പോകും. നമ്മളെ കയ്യിലിരിക്കുന്ന എന്താ? ബോട്ടും ഒരു തടിയും. ഇത് വെച്ചിട്ട് വേണം തുഴയാൻ. ഹല്ലേലൂയ. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെല്ലാം ചുഴിയുടെ ഫ്രണ്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തേലും ഒന്ന് പറ. ചന്ദ്രൻ എന്താ ചെയ്യാൻ പോകുന്നത്? ചന്ദ്രൻ നേരത്തെ പോയോ? കളഞ്ഞിട്ടില്ലേ? ഇപ്പൊ അമ്മ എന്താ ചെയ്യാൻ പോകുന്നേ? ഇവിടെ ചോദിക്കാം. യേശുവിനെ മുറുകെ പിടിക്കും അല്ലേ? അതല്ലാതെ നമുക്ക് നിവർത്തിയില്ല. നമ്മൾ ഈ ചുഴി കണ്ടു അല്ലേ? യേശുവിനെ പിടിക്കണം. ഒപ്പം തുഴയാൻ മറന്നു പോരുത്. ഇത് കണ്ടുടനെ തുഴയും കയ്യിലെടുത്ത് ഇങ്ങനെ നിൽക്കരുത്. തുഴയേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുഴയേണ്ട നിങ്ങളുടെ ജോലിയാണ്. ഈ സമയത്ത് ഒരു എക്സ്ട്രാ പവർ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. എന്താണ്? ചുഴിയാണ്, ഇത് താഴ്ന്നു പോകും. കാരണം അത്ര വലിയ പ്രതികൂലമാണ്, അത്ര വലിയ പ്രതികൂലം, തകർത്ത് കളയുന്ന പ്രതികൂലങ്ങൾ. ഹല്ലേലൂയ. ഉടച്ചു കളയുന്ന പ്രതികൂലങ്ങൾ, മുക്കിക്കളയുന്ന പ്രതികൂലങ്ങൾ, ഇല്ലായ്മ ചെയ്യുന്ന പ്രതികൂലങ്ങൾ. അതിനകത്ത് എക്സ്ട്രാ ബലം വന്നിട്ട് ആഞ്ഞു തുഴയുവാണ്. ഹല്ലേലൂയ. ആഞ്ഞു തുഴഞ്ഞ് ഈ ചുഴിയിൽ പെടാതെ ഈ ബോട്ട് ചാടിക്കടക്കുന്ന പോലെ ഇതങ്ങ് പോയി. ഹല്ലേലൂയ. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, അതില്ലെന്നല്ല, ദഹിപ്പിക്കില്ല. ഹല്ലേലൂയ. ഈ ചുഴിയിൽ ഇത് പെട്ടില്ല. എന്നാൽ ചിലരുടെ ബോട്ടുകൾ ചുഴിയിൽപ്പെട്ട് കറങ്ങാൻ തുടങ്ങി. ഇവർ ഭയപ്പെട്ടു. ഇത് കണ്ടപ്പോ ഭയപ്പെട്ടു. ദൈവത്തിലേക്ക് നോക്കി ആ ബലം ധരിച്ച് ഇവർ തുഴഞ്ഞില്ല. പകരം എന്ത് ചെയ്തു പോയി? ഭയം അവരിൽ കയറി. ഇതെന്നെ കൊണ്ട് കടക്കാൻ പറ്റില്ല, ഇതെന്നെ കൊണ്ട് പോകാൻ പറ്റില്ല, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുന്നു. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ പറയരുത്, നിങ്ങളുടെ ജീവിതത്തിൽ പറയരുത്. കാരണം ആരാ നിങ്ങളെ കൊണ്ടുപോകുന്നത്? യേശുവാണ്. ഹല്ലേലൂയ. യേശുവാണ് ബലം തന്നു കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അധികം ശക്തി വന്നിട്ട് വേഗതയുണ്ടായി. ചുഴിയിൽ പെടാതെ ചുഴിയേക്കാൾ വേഗം, ആഹാബിന്റെ രഥത്തേക്കാൾ വേഗം. ഹല്ലേലൂയ. കിട്ടിയില്ലയോ? ആർക്ക് കിട്ടി? ആർക്കാ കിട്ടിയത്? ആഹാബിന്റെ രഥത്തേക്കാൾ വേഗം കിട്ടിയത് ആർക്കാണ്? ഏലിയാവിന്. ഹല്ലേലൂയ. രഥത്തേക്കാൾ സ്പീഡിൽ ഓടി. ഹല്ലേലൂയ. അതുപോലെ ചുഴി കറങ്ങുന്ന ഒരു വേഗതയുണ്ട്. അതിനേക്കാൾ സ്പീഡിൽ പോയാൽ ചുഴിക്കകത്ത് ആവില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ബലം വന്നിട്ട് ചിലർ കടന്നു. ബാക്കി കുറേ പേര് അവിടെ പോയി. അവിശ്വാസം നിമിത്തം, ഭയം നിമിത്തം എല്ലാം പോയി. എന്നാൽ കുറച്ച് പേര് അക്കരെ കടന്നു. ഹല്ലേലൂയ. അക്കരെ അത്രയും കഴിഞ്ഞപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. അക്കരെ നിൽക്കുന്ന യേശുവിനെ കാണാറായി. ഹല്ലേലൂയ. ആഞ്ഞു തുഴഞ്ഞ് കർത്താവിൻ്റെ അടുത്തെത്തി. ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതെല്ലാം മൂന്നും ഒരേ കാര്യങ്ങളല്ലേ അർത്ഥമാക്കുന്നത്? ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ കണ്ടിട്ട് രാവിലെ എഴുച്ചുള്ള എൻ്റെ പരിപാടി ഇതെല്ലാം വരപ്പ, ബോട്ട് വരപ്പ്. എനിക്കെന്ന് പറഞ്ഞാൽ മറന്നുപോകും. രാവിലെ എഴുന്നേറ്റ് ഇത് ഈ ബോട്ടെല്ലാം ഞാൻ വരയ്ക്കുമായിരുന്നു. കാരണം ഇതെല്ലാം കണ്ടതല്ലേ, നിങ്ങളോട് പറയണ്ടേ. ഇതാണ് എൻ്റെ പരിപാടി. ഇനി ഇത് കമ്പ്യൂട്ടറിലോട്ടൊക്കെ ആക്കണം. ഹല്ലേലൂയ. എന്നാലേ പിന്നീട് ഇനി അടുത്തവർക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. ഹല്ലേലൂയ. നമ്മളെ ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? എന്നത്തെക്കാളും ഇന്നല്ലേ ഉപകാരപ്പെട്ടത്?
ഹല്ലേലൂയ. എന്ന് ഉപകാരപ്പെടുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് ഈ ഓട്ടം ഓടേണ്ടത്, എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ ജീവിച്ച് മുന്നോട്ട് നമ്മൾ പോകേണ്ടതെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തങ്കമ്മയ്ക്ക് എന്ത് മനസ്സിലായി? സന്തോഷമായി. വരും തളരരുത്, മുന്നോട്ട് തന്നെ പോ. അതെ, സ്തോത്രം. ചപ്പില അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ആരും വഴിയിലിരിക്കരുതേ, പിന്നെ കളഞ്ഞിട്ട് പോകരുതേ, ഒന്നും കണ്ട് ഭയപ്പെടല്ലേ. സാഹചര്യങ്ങൾ കാണുമ്പോൾ പോകാൻ പറ്റില്ല അങ്ങനെ പറയരുതേ. ഹല്ലേലൂയ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ പദ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രണാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, കരുതുക തളരാതെ യാത്ര നീടുക, ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞാൻ ഓർക്കുന്നു, ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ആ ഭക്തന്മാർ ഇങ്ങനെയൊക്കെ പാട്ട് എഴുതിയതല്ലേ. ഇതെല്ലാം ആ പാട്ടിനകത്തുണ്ടല്ലോ. ഞാനിപ്പോഴാണ് അതെല്ലാം ആലോചിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഞാൻ എവിടെ വരെ എത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നറിയാം, ഞാൻ വിടില്ല. ഹല്ലേലൂയ. എന്നെ പിടിച്ചവനെ പിടിക്കാമെന്ന് വെച്ച് ഓടുക. ഹല്ലേലൂയ. പിന്നോട്ട് പോകുന്നൊരു പരിപാടിയില്ല. എന്തെല്ലാമോ വരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പോകരുത്. കുടുംബത്തിനകത്ത് പ്രതികൂലമായിരിക്കും ഉണ്ടാകുന്നത്. കുടുംബത്തിൻ്റെ വ്യക്തികളിൽ നിന്നോ അയ്യോ ഭയങ്കര പ്രശ്നങ്ങളായി. കളഞ്ഞിട്ട് പോകല്ലേ. ഹല്ലേലൂയ. കളഞ്ഞിട്ട് പോകരുത്. ഹല്ലേലൂയ. നിങ്ങളെ എങ്ങനെയെല്ലാം നിരാശപ്പെടുത്താമെന്ന് പിശാച് നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ്റെ മനസ്സിനെ എങ്ങനെ തളർത്താം. കാരണം ഇവൻ്റെ ഓട്ടം തളർത്തണമെങ്കിൽ ഇവനെ തളർത്തണം, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. ഇവൻ്റെ മനസ്സിനെ തളർത്താൻ വേണ്ടി എങ്ങനെല്ലാം പ്രവർത്തിക്കാമോ അങ്ങനെല്ലാം പിശാച് പ്രവർത്തിക്കും. പരീക്ഷകൾ വരുമ്പോൾ ദൈവം അതിനെ തട്ടിക്കളയില്ല, അനുവദിക്കും. ഇതെല്ലാം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു. അടുത്തടുത്ത സ്റ്റേജുകളിലേക്ക് നിങ്ങളെ ദൈവം കയറ്റിക്കൊണ്ടുവരാൻ. ഒരു പരിധി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട് പോകാനുള്ള കാരണം അതോറിറ്റി ഇറങ്ങി വരും സ്വർഗത്തിൽ നിന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ മറ്റുള്ളവരെ കൂടി കരം പിടിച്ച് കൊണ്ടുപോകുന്നവരായി മാറും. അവിടെ ഇരിക്കുന്നവരെ വാ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് കൈ പിടിച്ച് നിങ്ങൾ കൊണ്ടുപോകണം. അതിനാണ് നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്ക് പോയാൽ പോരാ. വഴിയിൽ നിങ്ങൾ കയറുമ്പോൾ വഴിയിൽ ഇരിക്കുന്നവർ കാണും. ഹല്ലേലൂയ. പിന്നിൽ നിന്ന് വന്നവർ പലരും മുൻപിലാവുന്നത് ഞാൻ കണ്ടു, എന്നാൽ മുന്നമേ പോയവർ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് ഒരു ഉപമയിൽ പറയുന്നുണ്ട്, പിൻപന്മാർ പലരും മുൻപന്മാരായി. ഹല്ലേലൂയ. അതൊക്കെ ഈ സ്വപ്നം ഞാൻ കാണുമ്പോഴാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായത്. നേരത്തെ വന്ന് പോയവരെല്ലാം ആ പകുതി വഴിയിൽ ഇരിക്കുക, എന്നാൽ പിന്നിൽ നിന്ന് വരുന്ന അനേകം മക്കൾ ഓടിക്കയറുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അവസാനത്തെ മണിക്കൂറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അവസാനത്തെ മണിക്കൂറുകളിൽ ഹല്ലേലൂയ കേറിക്കൊള്ളണം. അതാ പ്രശ്നം, ഇതാ പ്രശ്നം എന്ന് പറഞ്ഞ് ആരാധനകൾ മുടക്കരുത്, കൂട്ടായ്മകൾ മുടക്കരുത്, പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ മുടക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പാസ് കിട്ടത്തില്ല അടുത്ത ലെവലിലേക്ക് പോകാൻ. സമയം ഓടിക്കൊണ്ടിരിക്കുക. സമയവും നിൽക്കുന്നില്ല, നമ്മളും നിൽക്കരുത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാം അതിന് ബലപ്പെടുത്തട്ടെ. ഈ നാളുകളിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്, സംഭവിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കരം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും പതറാതിരുന്നാൽ മാത്രം മതി. നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ?
താങ്ക് യു ലോർഡ്. യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും നിങ്ങൾക്ക് എന്തു മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അതിന് സഹായിക്കാനായിട്ട് പോവുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഇവിടെ ആയിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം ഒരു ഓട്ടക്കളത്തിലായിരിക്കുന്നു, ഒരു കോവണിയിൽ കൂടി കയറിക്കൊണ്ടിരിക്കുന്നു, തുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആത്മാവിൻ്റെ നദിയിൽ. ഹല്ലേലൂയ. കർത്താവെ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭാരങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നാലും ഞങ്ങളെ അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ബിരുദ പ്രാപിക്കുന്നില്ലെങ്കിലും ബിരുദ പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവെ, ദൈവം വെച്ചിരിക്കുന്ന ആ ജീവനിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം, ജീവകിരീടം പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ ഇഷ്ടം ചെയ്യാൻ സഹായിക്കണം. കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ വിഷയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ഓരോ മക്കളെ ഏൽപ്പിക്കുന്നു. യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഏൽപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന മക്കളെ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. കർത്താവെ, എല്ലാവരെയും കരത്തേൽ എൻ്റെ ദൈവം എന്ന് പിടിക്കണം. ഹല്ലേലൂയ. പല കുറവുകളും അവർക്കുണ്ട്. കർത്താവെ, അടിയനുണ്ട്. ഞങ്ങളാരും പൂർണ്ണതയുള്ളവരല്ല. ഞങ്ങളെ പൂർണ്ണതയാക്കി തീർക്കുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് ഞങ്ങളെ മുഴുവനായി ഏൽപ്പിച്ചു തരും. ശക്തീകരിക്കണേ, ബലപ്പെടുത്തണേ കർത്താവെ, ആത്മാവിനാൽ നിറയ്ക്കണേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. യൂട്യൂബിൽ എന്നെ കാണുന്നവർ, നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവിൻ്റെ ഹിതം എല്ലാവരും അറിയട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.